ഇപ്പൊ പാടാൻ പോകുന്ന തിങ്കളാണോ അതെ തൈത്തൊടി താളം തൊട്ടിയാണോ? തിങ്കള് കൈത്തുടി താളം ഈ പറഞ്ഞ ഒരു ബീറ്റിന്റെ ഒരു ഇതുണ്ടെങ്കിലേ പാടാൻ പറ്റും. അതെ അതെ കൈ തുടിത്ത അതിന്റെ ഒരു റെസ്റ്റ് ഉണ്ടെങ്കിലേ ആ ഋതം ഉണ്ടെങ്കിലേ അതിന്റെ ഒരു ഗ്രിപ്പ് ഉണ്ടാവുള്ളൂ. കാറൊഴിഞ്ഞേ കോളൊഴിഞ്ഞേ കാറ്റൊഴിഞ്ഞേ കരയണഞ്ഞേ കിഴക്ക് ദിക്കിലെ തെന്മാവിൽ നമുക്കുമുള്ളൊരിലക്കൂട്ടിൽ ചെമ്പഴുക്ക പൊന്നിൻ പൂവിൻ തേനുണ്ടേ. നിനക്കുമുണ്ടൊരു പൂക്കാലം എനിക്കുമുണ്ടൊരു പൂക്കാലം നമുക്ക് തമ്മിൽ ചേരാനില്ലൊരു പൂക്കാലം. ഇടനെഞ്ചിലെ നമ്പര ചിന്തിലെ തേൻ കുളിരണ പൂങ്കനവിൽ ഇനി നമുക്കൊരു മറുജന്മം കാത്തിരിക്കാം. കൈ തുടിത്താളം തട്ടി തെയ് തകമേളമിട്ട് മെയ് നിറപ്പൊന്നും കെട്ടി വാ പെൺകിളി. കൈ മരക്കൊമ്പിലൊരു തൈ മണിക്കൂടും കെട്ടി മെയ് മലർ ചെണ്ടും കൊണ്ടേ വാ ആൺകിളി. ഓ ഓ ഇത് ശരിക്കുള്ള ലൈവ് കേൾക്കാൻ പറ്റിയ ഒരു സന്തോഷമില്ലേ? അതൊരു രസമല്ലേ? അഫ്സലിക്ക മുമ്പ് വന്നിരുന്ന് ഒരു പാട്ട് പാടി തരിക എന്നൊക്കെ പറഞ്ഞ ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. പാടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓർക്കസ്ട്ര ഇല്ലാതെ വോക്കൽ മാത്രം നമ്മൾ കേട്ടു നോക്കും. അതിൽ ഏറ്റവും നമുക്കിപ്പോൾ ഓർക്കസ്ട്രയുടെ കൂടെ വരുമ്പോൾ നമുക്ക് അതിൽ എന്താണ് കുറവുള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റൂല. അപ്പൊ സോളോ എന്ന് പറയും, നമ്മൾ ആ വോക്കൽ സോളോ ഇട്ട് കേട്ട് കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിൽ കുറവ്. അപ്പൊ അതും കൂടി നമ്മൾ പെർഫെക്റ്റ് ആക്കിയിട്ടാണ് ഇപ്പൊ കുറെ കൂടി പാടുന്നത്. അങ്ങനെ ലൈവിലെങ്കിൽ അതെ. അപ്പൊ ലൈവില് അതേപോലെ നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ തന്നെ പാടാൻ ശ്രമിക്കും. അടിപൊളി. അഫ്സലിക്ക ശരിക്കും കൊച്ചിയുടെ ഗായകൻ എന്ന് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും അഫ്സലിക്ക്? തീർച്ചയായിട്ടും. വാപ്പ ശരിക്കും മ്യൂസിക്കുമായിട്ട് ബന്ധമുണ്ട്, അത്യാവശ്യം വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പഴയ കാലഘട്ടത്തിലെ കൊച്ചിയിലെ ഒരു പണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു 40 കാലഘട്ടങ്ങളിലാണ് ഇക്ബാൽ മ്യൂസിക് ക്ലബിലെ ഒരു മെമ്പറായിരുന്നു വാപ്പച്ചി. വാപ്സിയുടെ മ്യൂസിക്കാണ് നമ്മൾ കേട്ട് വളർന്നത്. നമ്മൾ സഹോദരങ്ങൾ അൻസാർക്കാണെങ്കിലും ഷക്കീർക്കാണെങ്കിലും എല്ലാവരും ഞങ്ങൾ 9 മക്കളാണ്. കാലത്തെ വാപ്സി പള്ളിയിൽ പോയി വന്നു കഴിഞ്ഞാൽ ഹാർമോണിയായിട്ട് ഇരിക്കുന്ന അതൊക്കെയാണ് നമ്മൾ കണ്ടു വളർന്നേക്കുന്നത്. പുള്ളി കൂടുതലും ഹിന്ദുസ്ഥാനി പാട്ടുകളോടാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ആ ഒരു കേട്ട് അത് മനസ്സിന്റെ ഉള്ളിലുണ്ട്, ഒരു ഹിന്ദുസ്ഥാനി സ്റ്റൈലിൽ പാടാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു പോകാതെ കരിയിലൊക്കെ നമുക്ക് ആ ഒരു സ്റ്റൈലിൽ പാടാൻ പറ്റി എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അൻസാർക്ക് ആദ്യത്തെ നമ്മുടെ റിയാലിറ്റി ഷോയിൽ പോയിട്ടുള്ളതാണ് ഹംസധ്വനി 1997 ദൂരദർശൻ അവതരിപ്പിച്ച അൻസാർക്ക ഫസ്റ്റ്. നമ്മളൊന്നും അങ്ങനെ പ്രതീക്ഷിച്ചില്ല ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെ പോകുന്നുണ്ട്, ഇത് ഒരു മത്സരം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അന്ന് ആദ്യമായിട്ടാണ് മത്സരം കേൾക്കണം. മറ്റേ നമ്മള് മറ്റുള്ള സ്റ്റേജിൽ നേരെയുള്ള മത്സരങ്ങളൊക്കെയാണല്ലോ നമ്മൾ കണ്ടത്. ഈ ചാനലിൽ ആദ്യമായിട്ട് അതും ദൂരദർശനിൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മള് എങ്ങനെ ഇരിക്കുന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. ദിവസം ഇതൊക്കെ കഴിഞ്ഞ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് രാത്രി ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് വാതിൽ ഞാനാണ് തുറന്നു കൊടുക്കണം ഫൈനലി. എന്നിട്ട് പറഞ്ഞു എനിക്ക് ഫസ്റ്റ് കിട്ടിയടാന്ന് പറഞ്ഞിട്ട് ഒരു കോൾഡ്. അടിപൊളി. ഞങ്ങളൊക്കെ കൂട്ടുകുടുംബമല്ലായിരുന്നു, അപ്പൊ എല്ലാരും ഒന്നിച്ചാണ് താമസിക്കണതൊക്കെ. അന്നത്തെ ഒരു നല്ല കാലഘട്ടമായിരുന്നു ശരിക്കും അതൊക്കെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ഗൾഫിലും ഒക്കെ ഒരുപാട് അന്ന് അൻസാർക്ക് കുറെ ഷോസ് ചെയ്ത് ഇതിന്റെ ഒരു നമുക്കറിയാലോ ഒരു ഈ പറഞ്ഞ ഒരു റിയാലിറ്റി ഷോയിൽ ഇപ്പൊ ഒരു ആള് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ബേസ് ചെയ്തിട്ട് കുറെ ഷോസ്. അപ്പൊ അന്ന് അൻസാർക്കും ജ്യോതി മേനോനുമാണ് ഫസ്റ്റ് കിട്ടിയത്. അപ്പൊ രണ്ടുപേരും ചേർന്ന് കുറെ ഷോസ് ചെയ്തു. അപ്പൊ ഞാൻ അറേഞ്ചറായിട്ട് ഓർക്കസ്ട്ര അറേഞ്ച് ചെയ്യാനും കൂടെ പാടാനൊക്കെ ഞാനായിരുന്നു പോയിരുന്നത്. അങ്ങനെ കുറെ ഷോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അതുകൂടാതെ അതിനു മുമ്പ് CAC എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട്, കൊച്ചിൻ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർക്കസ്ട്ര. അതിൽ ഞങ്ങൾ കുറേ വർഷം, ഒരു 3-4 വർഷം ഞങ്ങൾ പാടിയിരുന്നു. അതിനു മുമ്പ്, അതായത് ഈ ഹംസധ്വനിയിൽ അൻസാർക്കൊക്കെ കിട്ടുന്നതിന് മുമ്പ്. അതിനു മുമ്പാണെങ്കിലും ഷക്കീർക്ക ആണ് ഞങ്ങളെയൊക്കെ ബ്രദറാണ്. ഷക്കീർക്കാണ് പ്രൊഫഷണലായിട്ട് നമ്മുടെ കുടുംബത്തിൽ ഇതിലുണ്ടായിരുന്ന മ്യൂസിക്കിലുണ്ടായിരുന്ന കോങ്കോ ഡ്രമ്മർ ആയിരുന്നു. എല്ലാവർക്കും അറിയാം. ദാസാറിന്റെ കൂടെ ഒരു 10-12 വർഷം ഓർക്കസ്ട്രയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഷക്കീർക്കാണ് നമ്മളെയൊക്കെ പ്രോഗ്രാമിനൊക്കെ നമ്മളെയൊക്കെ കൊണ്ടുപോകണം. അപ്പൊ അവർക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഷക്കീർക്ക ദാസാറിന്റെ കൂടെ വായിക്കുന്നവർ തന്നെ. ഷക്കീർക്ക അതേപോലെ ജെർസൻ ആന്റണി മ്യൂസിക് ഡയറക്ടർ, അങ്ങനെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു അവർക്ക് ഓർക്കസ്ട്ര. അപ്പൊ അവര് ചില സമയത്ത് പ്രോഗ്രാംസ് ഒക്കെ എടുക്കുമ്പോൾ ഞങ്ങളെ പാടും. അപ്പൊ ഷക്കീർക്ക് പറയും നമ്മുടെ അനിയന്മാരുണ്ട്, അവരെ കൊണ്ട് നമുക്ക്. അപ്പൊ അങ്ങനെ ചാൻസുകൾ കുറെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് പിന്നെ എനിക്ക് ഈ പറഞ്ഞ ചിത്ര ചേച്ചിയുടെ പ്രോഗ്രാം ഇവർ ഓർക്കസ്ട്ര കൊടുക്കുന്ന സമയത്ത് ആ കാലഘട്ടത്തിലും എനിക്ക് 19 വയസ്സുള്ള സമയത്ത് ഞാൻ ചിത്ര ചേച്ചിയുടെ കൂടെ പാടി തുടങ്ങി എന്ന് പറയാം. അങ്ങനെ ഗാനമേള കാലഘട്ടം അതാണ് നമ്മുടെ തുടക്കം. അപ്പൊ അതില് ബ്രദറിന്റെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ നമ്മളെ കൈപിടിച്ചു കൊണ്ടുവരാൻ
ഷക്കീർക്ക് ഉണ്ടായിരുന്നു. അത് വലിയൊരു കാര്യമായിരുന്നു. അഫ്സലിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അഫ്സലിക്കാണ്. പ്രോഗ്രാം ചെയ്ത് അത് രവീന്ദ്ര മാഷിന്റെ അത് അതിലെ 2-3 പാട്ടുകൾ ഞാൻ ചെയ്ത്. പിന്നെ രവീന്ദ്ര മാഷിന്റെ തന്നെ ഒരു ഡിവോഷണൽ വർക്കുകൾ ഉണ്ടായിരുന്നു, അതിലും ഞാനാണ് വർക്ക് ചെയ്തത്. പിന്നെ മാഷിന്റെ കൂടെ ഞാൻ കുറെ പ്രോഗ്രാംസിന് പോയിട്ടുണ്ട്. മാഷ് കുറെ ഷോസ് എടുക്കുമ്പോൾ അന്ന് ബിജു നാരായണനാണ് മാഷിന്റെ മെയിൻ സിംഗർ, മീൻസ് മലയാളം പാട്ടുകളൊക്കെ പാടുന്നത്. ഞാൻ തമിഴ് പാടാനും പിന്നെ പ്രകാശ് ബാബു എന്ന് പറയുന്ന നമ്മുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുള്ള സുഹൃത്തിന് പുള്ളി ഹിന്ദി പാടാൻ. അപ്പൊ ഞങ്ങളെ രണ്ടുപേരും മാഷിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ മാഷ് എപ്പോഴും ആ സമയത്ത് പറയും, നിങ്ങളെ രണ്ടുപേരും ഞാൻ ഒരു സിനിമയിൽ പാടിക്കുന്നത്. പ്രകാശ് ബാബുവിന് അന്ന് ചക്രം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായില്ലേ, ആദ്യം ചെയ്തൊരു ഇതുണ്ടായിരുന്നു, അതിൽ പാടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഫിലിം ഇറങ്ങിയില്ലായിരുന്നു. എന്നെ ഇങ്ങനെ പഠിക്കാന്ന് പറഞ്ഞ അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് പിന്നെ മാഷ് കുറച്ച് വയ്യാതെയൊക്കെ ആയി. അങ്ങനെ ഒരു വർക്ക് ഗ്രീറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഒരു വർക്കിന് വേണ്ടി അതിൽ എന്നെ പാട്ട് പഠിപ്പിച്ച്. ഞാൻ വീട്ടിൽ എറണാകുളത്തായിരുന്നു മാഷ് ആ സമയത്ത്. അന്ന് പോയി പാട്ടൊക്കെ പഠിച്ചപ്പോൾ മാഷ് പറഞ്ഞു, ഇത് നീ പാടണ്ടടാ, ഇത് വേറൊരു പാട്ട് നിനക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല മാഷിൻ്റെ. പക്ഷെ മാഷിൻ്റെ കൂടെ കുറേ വർക്ക് ചെയ്ത് പ്രോഗ്രാംസിനും ഈ റെക്കോർഡിങ്സിനൊക്കെ കോറസ് പാടാനും അതേപോലെ ഈ റിതം പ്രോഗ്രാമിങ് മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ട്, അതാണ് ഇപ്പോൾ മാഷിൻ്റെ കൂടെ ചെയ്തിട്ടുള്ള പാട്ട്. പിന്നെ അതേപോലെ മോഹൻചേട്ടൻ്റെ കുറേ ഈ പാട്ട് ദാദാ സാഹിബിലെ അല്ലിയാമ്പൽ പൂ അതിനൊക്കെ പ്രോഗ്രാം ചെയ്തതാണ്. പിന്നെ കുറേ ആൽബം സോങ്സ് ഒക്കെ ഇഷ്ടം പോലെ, അതായത് ഈ മറ്റേ ക്രിസ്ത്യൻ ഡിവോഷനിൽ ഇസ്രായേലിൻ നാട് മാർക്കോസ് ചേട്ടൻ്റെ ഹിറ്റായിട്ട് അതൊക്കെ ഞാനാണ് പ്രോഗ്രാം ചെയ്തത്. പീറ്റർ സേനാൻ്റെ അത് പീറ്റർ സേനാനിലൊരു, പിന്നെ അതേപോലെ പാൽനില പുഞ്ചിരി എന്നുള്ള പാട്ടൊക്കെ ഉണ്ടല്ലോ മാർക്കോസ് ചേട്ടൻ മാപ്പിളപ്പാട്ടുകൾ, അതൊക്കെ അങ്ങനെ കുറെ പാട്ടുകളുടെ പിന്നണിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ദിവസ്തംഭം മഹാശ്ചര്യത്തിൽ ഉണ്ടായിരുന്നോ? ആ സമയത്തൊന്നുമില്ല, ആ സമയത്ത് വർക്ക് ചെയ്യില്ല. അന്ന് റിതം പ്രോഗ്രാമിങ് മെയിനായിട്ട് ആ കാലഘട്ടത്തിൽ വർക്ക് ചെയ്തിരുന്ന എൻ്റെ ബ്രദർ ഷക്കീർക്ക, പിന്നെ ബെന്നി എന്ന് പറഞ്ഞിട്ട് ബെന്നി കണ്ണൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു, അതിൽ ബെന്നി ചേട്ടനാണ് ചെയ്തിരുന്നത്. പിന്നെ ട്രിവാൻഡ്രത്ത് ലാലപ്പൻ എന്ന് പറഞ്ഞിട്ട് ലാലപ്പണ്ണൻ എന്ന് പറയും. അങ്ങനെ കുറച്ചുപേരെ റിതം കമ്പോസർ ചെയ്യുന്നുള്ളൂ. പിന്നീട് കുറെ പേരുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോഴത്തേക്കും 2-3 പേരും കൂടി വേറെ കുറെ പേര് വന്നിരുന്നു. പക്ഷെ വർക്കുകൾ കുറെ ഉണ്ടായിരുന്നു ആ സമയത്ത് നിറയെ കാസറ്റ് വർക്കുകൾ, ഈ ആൽബംസ് ആണെങ്കിലും ഡിവോഷണൽ സോങ്സുകൾ, ഹിന്ദു ഡിവോഷണൽ സോങ്, ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്, മാപ്പിളപ്പാട്ടുകളുടെ വർക്ക്, അല്ലാതെയുള്ള വർക്കുകൾ നിറയെ. അതായത് ഒരു എല്ലാ ദിവസവും നമുക്കൊരു ജോലിക്ക് പോകണ മാതിരിയാണ്. രാവിലെ 8:30 വീട്ടിൽ നിന്ന് ഇറങ്ങും, സ്റ്റുഡിയോയിൽ വരും, വൈകുന്നേരം, അതായത് ഞായറാഴ്ച പോലും ഒഴിവുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത്രയും റെക്കോർഡിങ്സ് ആയിരുന്നു എറണാകുളത്തുള്ള എല്ലാ സ്റ്റുഡിയോസിലും. ഞങ്ങൾ കുറച്ചുപേര് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അതിൽ ഇതേപോലുള്ള രവീന്ദ്ര മാഷിനെ പോലെയുള്ള മോഹൻചേട്ടനെ പോലുള്ള പ്രഗത്ഭരുണ്ട്. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞില്ലേ, കഴിവ് നമ്മളറിയപ്പെടാത്ത ഭയങ്കര മ്യൂസിഷ്യൻസ് വേറെ അവരുടെ കൂടെ ഈ നാടകങ്ങൾക്കൊക്കെ ചെയ്യുന്ന, അതായത് കലവൂർ ബാലൻ മാഷ്, ഫ്രാൻസിസ് വലപ്പാട്, കുമരകൻ രാജപ്പൻ ചേട്ടൻ, പിന്നെ വൈപ്പിൻ സുരേന്ദ്രൻ, അങ്ങനെയുള്ള. പിന്നെ അതേപോലെ കുറച്ചും കൂടി യങ് ആയിട്ടുള്ളതാണെങ്കിൽ സെബി നായരമ്പലം, പിന്നെ ആലപ്പി ഋഷികേഷ്, അങ്ങനെ കുറെ. ഇവരൊക്കെ അവരുടേതായിട്ടുള്ള വേറെ രീതിയിലുള്ള മ്യൂസിക്കുകളാണ് നമ്മുടെ മെയിനാണ്. പക്ഷെ ഡ്രാമയ്ക്ക് വേണ്ടി വേറെ തലത്തിലുള്ള അതിൻ്റെ പാട്ടുകളും പിന്നെ അതിൻ്റെ റീ റെക്കോർഡിങ്ങും അങ്ങനെയൊക്കെ ആലപ്പി രംഗനാഥ് സാറ്, പുള്ളിയുടെ പാട്ടുകൾ പണ്ടുപോലെ നമ്മൾ കേൾക്കണം. പക്ഷെ ഞാൻ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്തേക്കുന്ന നാടകങ്ങളുടെ വർക്കിന് വേണ്ടിയാണ്. അങ്ങനെയുള്ള കുറേ പേരുടെ കൂടെയും വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്.